ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനൽ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് ബീഫ് ബിരിയാണി. അപ്പോൾ അതിന് വേണ്ട നല്ല അടിപൊളി ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടിയും ഇട്ട് മിക്സാക്കിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ബീഫ് ബിരിയാണിയിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഒക്കെ ഇതാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ ഒരു പാത്രത്തിലിട്ട് ഉപ്പുപൊടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് വേവിച്ച് ഉള്ളി നല്ലോണം വാടുന്നത് വരെ മൂടി വെച്ചിട്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും നല്ലോണം വാടി വരണം. ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. എന്നാൽ നല്ലോണം മിക്സായി കിട്ടും. ഇനി കുറച്ച് തൈര് ഒഴിച്ചെടുക്കാം. കുറച്ച് ഗരം മസാല, നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചതിന് ശേഷം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടാവും. ബീഫ് ഇതാ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബീഫിൽ വെള്ളം ഈ നമ്മുടെ ഉള്ളിയിലേക്ക് ഒഴിച്ചാൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അത് ആ ഉള്ളി നല്ലോണം മിക്സ് ആവും ചെയ്യും. പിന്നെ ആ ഉള്ളിയിലേക്ക് ആ വെള്ളം ബീഫിൻ്റെ വെള്ളം നല്ലോണം മിക്സ് ആയതിന് ശേഷം കുറച്ച് തിള വന്നതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലയ്ക്ക് ബീഫിൻ്റെ അതേ ചൊയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. നല്ലോണം ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല മിക്സാവും. ബീഫും ഉള്ളിയും തമ്മിൽ മിക്സാവും. പിന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഫ്രൈ ആയുള്ള ഉള്ളി ഇട്ട് കൊടുത്തു. ലേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഈ ഉള്ളി പൊരിച്ചെടുക്കാം. ഈ ഉള്ളി കളറാകുമ്പോൾ നമുക്ക് ഉള്ളി വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരി നമ്മൾ വീർത്ത് നല്ല സുന്ദര കുട്ടപ്പനായി കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ അതിന് മിക്സ് കളറായി. സൂപ്പറല്ലേ അത് കാണാൻ. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കാം, 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ ഒരു അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. നമുക്ക് തിള വന്നതിന് ശേഷം നമ്മുടെ അരി നല്ല റോസ് കൈമ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ബ്ലിപ്ലും തിള വന്നു. നമ്മുടെ ചോറ് വേവാനായിട്ടുണ്ട്. ഇനിതാ നമ്മുടെ ചോറ് അടിപൊളിയായി വന്നിട്ട്. ഇനി നമുക്ക് ദം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ മസാലയ്ക്ക് ചോറ് ഇടുന്നത്. ആദ്യത്തെ ലെയർ നമുക്ക് മസാല കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ ഉള്ളി ഇട്ട് കൊടുക്കാം. പൊരിച്ച ഒണിയൻ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത ലെയറിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടി ഇട്ട് ഈ 3ാമത്തെ ലെയറിലും കൂടി ഈ ഒണിയൻ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ലേശം നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇതാ നമുക്ക് ദമ്മ് ഒരു 10 മിനിറ്റ് ആവി വരാൻ തക്കത്തോണം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ദമ്മ് ഇട്ട് ശേഷം ഇതാ നമുക്ക് ഇങ്ങോട്ട് ബിരിയാണി സൂപ്പർ ബിരിയാണി, നല്ല ബീഫ് ദം ബിരിയാണി, സൂപ്പർ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും ചമ്മന്തിയും
അച്ചാറും. ചമ്മന്തി മസ്റ്റാണ് ബിരിയാണിയിൽ, ബീഫ് ബിരിയാണിയിൽ പ്രത്യേകിച്ച് ചമ്മന്തി സൂപ്പറാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ആയി നല്ല ഒരു പിടി ആ മസാലയും ബീഫും ചോറും കൂടി ഒന്ന് മിക്സാക്കി വായിലേക്ക് വെച്ചാൽ എൻ്റെ മോനെ സൂപ്പറായിരിക്കും. ചമ്മന്തിയും കൂടി കൂട്ടി കുഴച്ച് തിന്നണം.